ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അടുത്ത പോർഷനിലേക്ക് കിടക്കുകയാണ്. സംസ് ആൻഡ് ടേംസ്, അതായത് തുകകളും പദങ്ങളും. ഇതുവരെ പഠിച്ചതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് അടുത്ത പ്രോബ്ലംസും. നമ്മൾ അതിൻ്റെ ബീജഗണിത രൂപം എന്താണ് സമാന്തര ശ്രേണി, അതിൻ്റെ എണ്ണാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ബീജഗണിത രൂപം എന്താണ് എന്നൊക്കെ പഠിച്ചു. ഇനി അതിൻ്റെ തുക, ഒരു 10 പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ തുക എങ്ങനെ കണ്ടുപിടിക്കാം, തുകയും അതിൻ്റെ പദങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക്. അപ്പം നമ്മളോട് മുമ്പ് നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മളോട് ഒരു കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ 3 ടേംസിൻ്റെ സമ്മ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു നമ്പർ ഇടുകയാണ് 1 2 3 ഇങ്ങനെ ഈ ഒരു 3 നമ്പറിൻ്റെ സമ്മ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും സമ്മ് എന്ന് അറിയാം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? 1 + 2 + 3, 1 2 3 കൂടെ കിട്ടിയാൽ എത്ര വരും? 6 വരും അല്ലേ? അപ്പം ഇതിനെ നമ്മൾ വേറൊരു രീതിയിലും ആ സമയത്ത് തന്നെ പഠിച്ചതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു രീതിയിലും പറയാം. ഇതിൽ എത്ര നമ്പർ ഉണ്ട്? 1 2 3 3 നമ്പറില്ലേ? ആ 3 നമ്പറിനെ നമ്മൾ ഇതിൻ്റെ മിഡിലത്തെ ടേം അല്ലെങ്കിൽ നടുവിലെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഉത്തരം എന്താണ്? സെയിം തന്നെയല്ലേ? 3 × 2 എന്ന് പറയുന്നതും 6 ആണ്. അതേപോലെ തന്നെയാണ് ഈ 3 ടേമുകൾ കൂട്ടിയാലും കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു കോൺസിക്യൂട്ടീവ് ടേമാണ്, ഇതൊരു ആൾജിബ്രിക് അരിത്മെറ്റിക് സീക്വൻസും ആണ് അല്ലേ? ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നമ്പർ 3 4 5 അങ്ങനെ 3 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലോ എന്താണ് വരിക? 12 വരും അല്ലേ? സെയിം തന്നെയാണോ നോക്കുക? എത്ര ടേം ഉണ്ട്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തിനെ ഇൻറ്റു ഈ സെൻറ്ററിലെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും സെയിം ആൻസർ തന്നെയായിരിക്കും. ഇതാണ് നമ്മൾ 3 അടുത്തടുത്ത നമ്പറുകളുടെ തുക കാണാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, അല്ലെങ്കിൽ നമുക്കിതിനെ നമ്മുടെ ഇതേ സംഭവം തന്നെ നമ്മളൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുക്കുക. വേറെ ഏതെങ്കിലും നമ്പർ 2 4 6 നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന നമ്മുടെ സീക്വൻസ്, ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ ഇതിൽ നമ്മൾ 2 + 4 + 6 ഇതിൻ്റെ സമ്മ് കാണാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര കിട്ടും? 6 6 12. ഇത് തന്നെയല്ലേ കിട്ടുന്നത്? 3 ടേം ഉണ്ട്, സെൻറ്ററിലെ ടേം 4 ആണ്. ആ 4ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നതും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനെ ഒരു ജനറൽ ഫോമിലായിട്ട് നമ്മൾ എങ്ങനെ പറയും? 3 ടേം ഉണ്ട്. 3 ടേമിൽ ഒന്നെന്ന് പറയുന്നത് x - d. d ആണല്ലോ നമ്മൾ എപ്പോഴും നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കോമൺ ഡിഫറൻസ്. 4ൽ നിന്ന് 2 കുറച്ചത്. 4 എന്ന് പറയുന്നതിനെ നമ്മൾ x ആയിട്ട് എടുക്കുക. എക്സിൽ നിന്നും d മൈനസ് ചെയ്തതാണ് ഇപ്പുറത്തേക്കുള്ളത്. 4ൽ നിന്നും 2 കുറച്ചതാണ് ഇപ്പുറത്തേക്കുള്ളത്. ഇപ്പുറത്തുള്ളതാണെങ്കിലോ x + d ആയിരിക്കും. ഇങ്ങനെ ഒരു 3 കോൺസിക്യൂട്ടീവ് ടേംസ് അതിനെങ്കിൽ 3 സീക്വൻസ് തരികയാണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത്, സമ്മിനെ നമ്മൾ എസ് എന്നാണ് പറയുക. സം എന്ന് പറയുന്നത് 3 × x എന്ന് പറയാം നമുക്ക് അല്ലേ? 3x ആണല്ലോ സെൻറ്ററിലുള്ള ടേം എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ 3 × x എന്ന് പറയാം. അതിന് ഇത് 3 നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ 3x പറയും നമ്മൾ. ഇനി 5 നമ്പേഴ്സ് ആണെങ്കിലോ 5 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതേ സെയിം തന്നെ ഇതിൻ്റെ കൂടെ 1 2 3 4 5 ഇങ്ങനെ 5 നമ്പേഴ്സ് ഉണ്ടെങ്കിലോ, അങ്ങനെ 5 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ സെയിം ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 5 നമ്പേഴ്സ് ഉണ്ട്. 5ന് അതിൻ്റെ സെൻറ്ററിലുള്ള നമ്പർ ഏതാണ്? 5 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ സെൻറ്ററിൽ ഏതാണ് വരിക? 3 അല്ലേ വരിക? × 3 അത് തന്നെയാണോ ആഡ് ചെയ്തിട്ട് കിട്ടാം? 3 6 10 15 ഇതേ സെയിം തന്നെയല്ലേ കിട്ടുക? 15 തന്നെയാണ് ഇവിടെയും കിട്ടുക, 15 തന്നെയാണ് ഇടുക. അപ്പോൾ അവിടെയും നമ്മൾ എസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിലും 5x എന്ന് വരും. അതായത് ജനറലായിട്ട് നമ്മൾ പറയാം എസ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് സെൻറ്ററിലുള്ള ആകെ എണ്ണം നമ്പർ അല്ലേ? എണ്ണത്തിന് നമ്മൾ എണ്ണമുണ്ടല്ലേ സൂചിപ്പിക്കുക. എത്ര എണ്ണം ഉണ്ടോ അത് ഇൻറ്റു സെൻറ്ററിലുള്ള നമ്പർ x ആണെങ്കിൽ x. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്. ഇതൊക്കെ നമ്മൾ ഒറ്റ സംഖ്യകളായിട്ടുള്ള നമ്പറുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉള്ളത്, 5 എണ്ണം ഉള്ളത്. അടുത്തത് നമ്മൾ 7 എണ്ണം ആണെങ്കിലും ഇതേപോലെ 7x വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക.
അപ്പം ഇത് കുറേ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വരുന്നു, എന്തിനു വരും, അങ്ങനെയൊന്നും പഠിക്കേണ്ട. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ട് അത് മാത്രം ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. മനസ്സിലായല്ലോ? എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ അതും സെൻറ്ററിലുള്ള നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ സംഖ്യ കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആകെ തുക, അതായത് 3 പദങ്ങളുണ്ട്. 3 പദങ്ങളുള്ള ശ്രേണിയിലെ 3 ടേംസ് ഉണ്ട്. ആ 3 ടേംസിലെ എന്താണ് സം എന്ന് പറയുന്നത് 12 ആണെന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. സം Sn = 12 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ശ്രേണി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമുക്കറിയാം 3 പദമാണെങ്കിൽ Sn എന്ന് പറയുന്നത് എന്താണ്? 3 × സെൻറ്ററിലുള്ള ടേം എക്സ് ആയിരിക്കും. അപ്പോൾ Sn = 12 വന്നിട്ടുണ്ട്. 3 × x ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? 12 / 3 ചെയ്താൽ സെൻറ്ററിലുള്ള ടേം കിട്ടും 3. എത്രയാണ് 12 / 3? 4 കിട്ടും. x = 4. സെൻറ്ററിലുള്ള ടേം 4 കിട്ടും. ഇനി നമുക്കിത് കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ 3, 4, 5 അങ്ങനെ കോൺസിക്യൂട്ടീവ് ടേംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 4, 5 അല്ലെങ്കിൽ 5, 4, 3 എന്ന് പറഞ്ഞിട്ട് അതാണ് ശ്രേണി എന്ന് പറയാം, അല്ലേ? ഇനി ഇതേപോലെ തന്നെ വേറൊരു കണക്കാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ പദം നമുക്ക് തന്നിട്ടുണ്ട് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടേം x1 അല്ലേ, നമ്മൾ ഫസ്റ്റ് ടേമിന് പറയാം x1 എന്ന് പറയുന്നത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ 5 പദങ്ങളുടെ തുക Sn എന്ന് പറയുന്നത് 5 പദങ്ങളുടെയാണ്. അപ്പോൾ S5 5 പദങ്ങളുടെ തുക നമുക്ക് 250 തന്നിട്ടുണ്ട്, 250. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശ്രേണി കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? നമുക്കറിയാം S5 എന്ന് പറയുന്നത് എന്താണ്? S5 എന്ന് പറയുന്നത് 5 × മിഡിൽ ടേം ആണ്. 5 നമ്പേഴ്സ് ഉള്ള ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 × മിഡിൽ ടേം ആണ്. അപ്പം 250 സമം എന്താണ്? 5 × x. therefore x = 250 / 5 തന്നു. എന്താണ്? 50 വരും, അല്ലേ? x = മിഡിൽ ടേം നമുക്ക് 50 കിട്ടി. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 10 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? ടോട്ടൽ എത്ര ടേം ഉണ്ട്? x1, x2, x3, x4, x5 അങ്ങനെ 5 ടേംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേം 10 കിട്ടി, തേർഡ് ടേം 50 കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ടേം എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്ക് എന്താ വേണ്ടേ? കോമൺ ഡിഫറൻസ് വേണം. അപ്പോൾ 2 പദങ്ങൾ തന്നാൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് = പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പദങ്ങളുടെ വ്യത്യാസം x3 - x1 / പൊസിഷൻസിന്റെ ഡിഫറൻസ് 3 - 1 = 50 - 10 / 2 അല്ലേ? 50 - 10 എത്രയാണ്? 40 ആണ്. 40 / 2 = 20 വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് D = നമുക്ക് 20 കിട്ടി. അങ്ങനെ 20 ആണെങ്കിൽ അടുത്ത 10 ഫസ്റ്റത്തെ ടേം 10 ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും? 10 + 20 30, 50, 70 പിന്നെന്താണ്? 90. ഇതാണ് നമ്മുടെ സീക്വൻസ് വരിക. അപ്പോൾ സീക്വൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് മനസ്സിലായോ? ആദ്യം നമുക്ക് ഫസ്റ്റ് ടേമും ടോട്ടൽ സമ്മും തന്നിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ കൂടെ ഇത് എപ്പോഴും ഓർമ്മിക്കണം, ഇത് നമ്മൾ ഒറ്റ സംഖ്യകൾ എണ്ണം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കുമ്പോഴുള്ള ഇക്വേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 5 × x 5 എണ്ണം ഉണ്ടെങ്കിൽ 5 × മിഡിൽ ടേം ആണ് ആ ടോട്ടൽ സം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 ടേംസ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ്? സീക്വൻസ് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പം മെത്തേഡ് മനസ്സിലാക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സിൻ്റെ കേസാണ്. ഇനി ഈവൻ നമ്പേഴ്സിൻ്റെ കേസാണെങ്കിലോ, അതായത് ഇരട്ട സംഖ്യകളുടെ എണ്ണം ഇരട്ടയാണെങ്കിൽ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ 1, 2, 3 അല്ലേ, ഇപ്പം 3, 4 ഇങ്ങനെയാണ് നമ്മുടെ കേസെങ്കിൽ അതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന് നമ്മുടെ പൊസിഷൻ എന്താണ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു ശ്രേണി എടുക്കുകയാണ്. കാരണം 2, 4, 6, 8 ഇതാണ് നമ്മുടെ
ശ്രേണി എന്ന് വിചാരിക്കുക. ഇതിലെ സമ്മാണ് നമ്മൾക്ക് കാണേണ്ടത്. സം എത്രയാണ്? 6, 12, 8, 20, 20 ആണ് നമ്മുടെ സമ്മ്. പക്ഷെ നമ്മളോട് സമ്മ് കാണാനുള്ള ഇതിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ പദങ്ങളുടെ സമ്മ് എന്ന് പറയുന്നത് ഏതാണ്? പദങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? 2, 4, 6, 8. അതേപോലെ പൊസിഷനുകളുടെ സമ്മ് എന്താണ്? സ്ഥാനങ്ങളുടെ സമ്മ്. സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 3, 4. അപ്പൊ ഈ സ്ഥാനങ്ങൾ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 1 + 4 ഫസ്റ്റത്തതും ലാസ്റ്റത്തതും ആഡ് ചെയ്ത് എന്താണ്? 5 ആണല്ലോ കിട്ടുക. അതേപോലെ ഈ സ്ഥാനങ്ങൾ 2 + 3 ആഡ് ചെയ്താലും നമുക്ക് 5 കിട്ടും. അങ്ങനെ ഒരേ സ്ഥാനങ്ങൾ വരുന്ന സംഖ്യകൾ കൂട്ടിയാൽ ഇവിടെ ഇപ്പം ഇത് രണ്ടും കൂട്ടി നോക്കിയാൽ 4 + 6 10 ആയിരിക്കും. 2 + 8 10 ആയിരിക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ സം എന്ന് പറയുന്നത്. അതായത് ഒരു ശ്രേണിയിൽ ഏതെങ്കിലും 2 ജോഡി സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ, ഏതെങ്കിലും 2 ജോഡി സ്ഥാനങ്ങളുടെ, സ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്, 2 ജോഡി, ഇതാ ഫസ്റ്റത്തതും ലാസ്റ്റത്തതും സ്ഥാനങ്ങളുടെ തുക മറ്റൊരു 2 ജോഡി സ്ഥാനങ്ങളുടെ തുകക്ക് തുല്യമാണെങ്കിൽ എന്താണ്? ആ സ്ഥാനങ്ങളുടെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അത് കണ്ടോ, ഇവിടെയുള്ള പദങ്ങളുടെ തുകയും തുല്യമാണ്. സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ പദങ്ങളുടെ തുകയും തുല്യമാണ്. ആ തുകകളുടെ സമ്മാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ സം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്ര ജോഡിയുണ്ട്? അപ്പൊ ഇതില് ഇങ്ങനെ പദങ്ങൾ എത്ര ജോഡിയുണ്ട്? 2 ജോഡിയില്ലേ? ഒരു ജോഡി ഇത്, 2 ജോഡി ഇത്. പദങ്ങളുടെ തുക തുല്യമായിട്ടുള്ള എത്ര ജോഡിയുണ്ട്? 2 ജോഡിയുണ്ട്. അപ്പൊ 2 ജോഡി ഒന്നുകിൽ x1 + x4 = എന്ത് വരും? നമുക്ക് കിട്ടിയിരിക്കുന്നത് 20 അല്ലേ? നോക്കിയേ, 2 × x1 എന്ന് പറയുന്നത് എത്രയാണ്? 2 + x4 എന്ന് പറയുന്നത് 8 = എന്താണ് വരിക? 2 × 10 = 20. അതല്ലേ നമ്മുടെ സമ്മ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇരട്ട സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എത്ര ജോഡികൾ ഉണ്ടെന്ന് നോക്കുക. ഇതിപ്പോ 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 2 ജോഡി പദങ്ങളുടെ തുക തുല്യമായിട്ടുള്ള 2 ജോഡി നമ്പർ കിട്ടും. ആ 2 ജോഡിയിൽ ഏതെങ്കിലും ഒരു ജോഡീനെ നമ്മൾ എടുക്കുക, അതിനെ ഇൻറ്റു ആ ജോഡികളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. ഇനിയിപ്പം എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എക്സാമ്പിളായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യ പദം 5 ആണ് തന്നിരിക്കുന്നത്. x1 എന്ന് പറയുന്നത് 5 ആണ് തന്നിരിക്കുന്നത്. 6 പദങ്ങളുടെ തുക തന്നിരിക്കുന്നത് s6. 6 പദങ്ങളുടെ ഇതെപ്പോഴും നോക്കണം. 6 എത്ര പദങ്ങളാണ്? ഒറ്റ സംഖ്യയാണോ തന്നിരിക്കുന്നത്, ഇരട്ട സംഖ്യയാണോ തന്നിരിക്കുന്നത് നോക്കണം. ഇരട്ട സംഖ്യ ആണെങ്കിലാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം s6 = നമുക്ക് തന്നിരിക്കുന്നത് 105 ആണ്, 105 ആണ്. എന്നിട്ട് നമ്മളോട് ശ്രേണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റിൽ തന്നെ എന്താണ്? നമുക്ക് 6 പദങ്ങളുണ്ട്. x2, x3, x4, x5, s6 ഇങ്ങനെ 6 പദങ്ങളുണ്ട്. ഇതിൽ ഒരു പദം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, സമ്മും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജോഡി ഉണ്ടാക്കി നോക്കാം ഏതൊക്കെ പദങ്ങളുടെ തുക തുല്യമായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റത്തത് ഇങ്ങനെയാണ് ജോഡി ഉണ്ടാക്കുക, ഏറ്റവും ലാസ്റ്റിലേക്ക്. 1ഉം 6ഉം കൂട്ടിയാൽ 7 വരും. അതേപോലെ അല്ലേ 2ഉം 5ഉം കൂട്ടിയാൽ 7 വരും. 3ഉം 4ഉം കൂട്ടിയാൽ 7 വരും. അപ്പം സ്ഥാനങ്ങളുടെ തുക കൂട്ടിയാൽ 1ാം സ്ഥാനം 6ാം സ്ഥാനം 7, 2ഉം 5ഉം 7, 3ഉം 4ഉം 7. അപ്പം 3 ജോഡി സ്ഥാനങ്ങളുടെ തുക കൂട്ടിയാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇതിന്റെ സമ്മ് കിട്ടും. 3 ജോഡി എല്ലാം തുല്യമായിരിക്കും. x3യുടെ ഇതിലെ പദങ്ങളുടെ തുക തുല്യമായിരിക്കും, ഇതിലെ പദങ്ങളുടെ തുക തുല്യമായിരിക്കും. x1 + x6 എന്ന് പറയുന്ന ലാസ്റ്റത്തെ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 3 × ഇതിന് നമുക്ക് x1 അറിയാം, അതുകൊണ്ട് നമ്മൾ x1 എടുക്കുന്നത്. x1 + x6 എത്ര ജോഡി ഉണ്ടോ ആ ജോഡിയുടെ എണ്ണം ഗുണിക്കണം എന്താണ്? ഒരു സെറ്റ്, ഒരു ജോഡി പദങ്ങൾ = എന്താണ് വന്നിരിക്കുന്നത്? 105 ആണ്. 3 × x1 എത്രയാണ്? 5 + x6 = 105. അപ്പോൾ x5 + x6 എന്ത് വരും? 105ന് നമുക്ക് × 3 എന്നുള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം 3 എന്നാവും. ഇങ്ങനെ ഇവിടെ തന്നെ ഹരിക്കാനാണെങ്കിൽ 3 പ്രാവശ്യം, 10ൽ 3 പ്രാവശ്യം പോകും. 3 9, പിന്നെ 15 ഉണ്ടാവും, 5 അല്ലേ? 35 വരും. ഇങ്ങനെ ഹരിക്കാൻ അറിയാത്തവര് 105 / 3 എത്രയാണ്? 10ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം,
9, 1 ബാക്കിയുണ്ടാവും 15, 5 3 15. ഓക്കെ, അപ്പം 35 കിട്ടും. അങ്ങനെയാണെങ്കിൽ x6 എന്തായിരിക്കും? 35 - 5. ഇവിടെ പ്ലസ് ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 മൈനസ് ആവും, =30. അപ്പം നമുക്കിവിടെ ഇത് 5ഉം കിട്ടി, ഇത് 30യും കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുക? നമുക്ക് ശ്രേണി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഡി വേണം. ഡി എങ്ങനെ കണ്ടുപിടിക്കും? പദങ്ങളുടെ വ്യത്യാസം x6 - x1 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം, പൊസിഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡ് ബൈ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. അപ്പോൾ 1 എവിടെ എത്രയായിരുന്നു? 30 - 5 ഡിവൈഡഡ് ബൈ 5 വരും. 25 ഡിവൈഡ് ബൈ 5 5 വരും അല്ലേ? ഇനി നോക്കിയാൽ 5 അടുത്ത ശ്രേണി എന്തായിരിക്കും? 10, 15, 20, 25, 30 കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ സമ്മ നോക്കിയാൽ 105 ആയിരിക്കും കിട്ടുക. ഡൗട്ടുള്ളവരൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്രോബ്ലംസിലേക്ക് എടുക്കാം. പേജ് നമ്പർ 28 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. Write 3 arithmetic sequence with 30 as the sum of the first 5 terms. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 30 പദങ്ങളുടെ തുക, അല്ല 5 പദങ്ങളുടെ തുക. അപ്പം S5 എന്ന് പറയുന്നത് 30 ആകുന്ന എന്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. അപ്പം ഇതിൽ നമുക്ക് എന്താ അറിയാം? എത്ര എണ്ണം ഉണ്ട്? 5 പദങ്ങൾ എന്ന് പറഞ്ഞു. ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ നോക്കുക. ഇത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ എന്താണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്? 5 ഇൻറ്റു മിഡിൽ ടേം. എക്സ് എന്ന് എഴുതിയിട്ടായിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ മിഡിൽ ടേം. ഓക്കെ, അതിനാണ് നമ്മൾ എക്സ് എന്ന് എഴുതിയത്. അപ്പോൾ 5 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 ആണ്. ദർഫോർ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 30 ഡിവൈഡഡ് ബൈ 5 അല്ലേ? 5 എന്നുള്ളത് ഇപ്പോഴത്തേക്ക് വരുമ്പം ഹരിക്കണം 5 എന്നാവും. അപ്പം മിഡിൽ ടേം 6 വന്നു. ഇനി എന്താണ് നമുക്ക്? x1, x2, x3, x4, x5 ആണ്. ഇതിലുള്ള x3 ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് അല്ലേ? അത് നമുക്ക് 6 ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു 3 സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വേറെ ക്ലൂ ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്കൊരു സമാന്തര ശ്രേണി എങ്ങനെ എഴുതാം? ഇതെന്താക്കാം? 5, 6, 7, 4, 5, 6, 7, 8 ഇങ്ങനെ ഒരു ശ്രേണി ഉണ്ടാക്കാം. 4, 5, 6, 7, 8 അങ്ങനെ എഴുതാം. പിന്നെന്താണ്? 2, 4, 6, 8, 10 അങ്ങനെ ഒരു ശ്രേണി എഴുതാം. പിന്നെ ഏതെഴുതാം? വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് എഴുതാം. 10, 8, 6, 4, 2 എന്താണ്? കോമൺ ഡിഫറൻസ് -2 ആയിരിക്കുന്നേ ഉള്ളൂ. സെയിം തന്നെ തിരിച്ചിട്ട് എഴുതിയാലും സെൻറ്ററിൽ 6 ആണ് വരിക. ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്താൽ സം എന്ന് പറയുന്നത് 30 ആയിരിക്കും വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? the first term of an arithmetic sequence is 1 and the sum of the first 4 term is 100. Find the first 4 terms. അതായത് ആദ്യ പദം നമുക്ക് തന്നിരിക്കുന്നത് x1 = 1 ആണ് തന്നിരിക്കുന്നത്. 4 പദങ്ങളുടെ തുക s4 = തന്നിരിക്കുന്നത് 100 ആണ്. അപ്പം നമ്മൾ നോക്കാം ഫസ്റ്റ് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ തന്നിരിക്കുന്നത് നോക്കാം. ഇത് ഈവൻ നമ്പർ ആണ്, 4 ആണ്. ഏതൊക്കെയാണ് സീക്വൻസ് ഉണ്ടാവുക? x1, x2, x3, x4. അപ്പം നമ്മൾ നോക്കേണ്ട ഇതിൽ മിഡിൽ ടേം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിഡിൽ ടേം ഉണ്ടാവില്ലല്ലോ ഇരട്ട സംഖ്യ ആകുമ്പോൾ. അപ്പം നമുക്ക് എത്ര ജോഡി ഉണ്ടെന്ന് നോക്കാം. 1, 2 അല്ലേ? 1 + 4 5 വരും. 2 + 3 5 വരും. അപ്പം 2 ജോഡി ഉണ്ടാവും. അപ്പോൾ S4 എന്ന് പറയുന്നത് 2 ഇൻറ്റു ഏതെങ്കിലും ഒരു ജോഡി പദങ്ങളുടെ സമ്മാണ്. ഇതിൽ നമുക്ക് x1 തന്നതുകൊണ്ട് ഇതെടുക്കാം. = 100 ആണ്. 2 ഇൻറ്റു 1 + x4 = 100 ആണ്. Therefore 1 + x4 =
100/2 equal to 50. x4 is equal to 50 minus 1, 49. ഓക്കെ ആണല്ലോ? ആർക്കും ഇതുവരെ ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റത്തെ ടൈം നമുക്ക് 1 കിട്ടി, ഇത് 49 കിട്ടി. ഇനി എന്താ വേണ്ടത്? ബാക്കി രണ്ട് കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് 49 മൈനസ് ജസ്റ്റ് ഞാൻ വീണ്ടും എഴുതണ്ടല്ലോ. ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ്. 49 മൈനസ് 48 വരും, ഡിവൈഡഡ് ബൈ 3 എന്താണ്? 6 വരും. ഹരിക്കാൻ അറിയാലോ? ഒരു 3 3 18 6 3 18. അപ്പോൾ 16 ആണ് കോമൺ ഡിഫറൻസ് വരാം. കോമൺ ഡിഫറൻസ് 16 ആണെങ്കിൽ എന്തായിരിക്കും? 1 17 വരും അല്ലേ? 17ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 16 കൂട്ടിയാൽ 33 വരും, 49 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? Sorry, third question. Prove that for any 4 consecutive terms of an arithmetic sequence, the sum of the 2 terms on the two ends and the sum of the 2 terms in the middle term are the same. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത ഏത് 4 പദങ്ങളുടെയും എടുത്താലും രണ്ടറ്റത്തുമുള്ള പദങ്ങളുടെ തുക നടുക്കുള്ള 2 പദങ്ങളുടെ തുകയാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനറൽ ഫോമിലായിട്ട് നമ്മൾ എന്താ എടുക്കുക? x1ന്റെ കൂടെ d കൂട്ടുന്നതാണ് സെക്കൻഡ് ടേം അല്ലേ? പിന്നെ x1ന്റെ കൂടെ 2d കൂട്ടുന്നതാണ് അല്ലേ? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ് തേർഡ് ടേം. ഫോർത്ത് ടേം x1ന്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. x1 ഒന്നാമത്തെ പദത്തിന്റെ കൂടെ d കൂട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് രണ്ടാമത്തെ പദം. 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് മൂന്നാമത്തെ പദം. 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് നാലാമത്തെ പദം. ഇങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും സം ചെയ്താൽ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യണം? x1 പ്ലസ് 3d അതല്ലേ രണ്ടറ്റത്തുള്ള തുക, അത് ചെയ്ത് നോക്കാം. അതേപോലെ അതെന്താണ് ഇപ്പോൾ വരിക? x1 2x1 ഉണ്ടാവും, 2x1 പ്ലസ് 3d വരും. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ x1 പ്ലസ് d പ്ലസ് x1 പ്ലസ് 2d എന്ത് വരും? രണ്ടറ്റത്തും എത്ര x1 ഉണ്ട്? 2x1 ഉണ്ട്, 2d പ്ലസ് 1d 3d വരും. അപ്പോൾ എന്താണ്? രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പം നമ്മൾ മൂന്നാമത്തതും പ്രൂഫ് ചെയ്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 100 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്. നമ്മളോട് 4 അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 ആണ് S4, 4 2 എന്ന് പറഞ്ഞതുകൊണ്ട് S4 100 ആണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതാം? S4 നമുക്ക് x1 x2 x3 x4 4 ടേമുകളുണ്ട്. അപ്പം എത്ര ജോഡിയുണ്ട്? 2 ജോഡിയുണ്ട്. അപ്പം 2 ഇൻറ്റു x1 പ്ലസ് x4 ഈക്വൽ ടു 100 ആണ്. x1 പ്ലസ് x4 ഇസ് ഈക്വൽ ടു എന്ത് വരും? 100/2 ഈക്വൽ ടു 50 വരും. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഏത് ഫസ്റ്റ് ടേമെന്നോ ഏത് ടേമും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് 4 സീക്വൻസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? x1 ഈസ് ഈക്വൽ ടു ഒരു 10 ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സീക്വൻസ്? x4 എന്ത് വരും? അപ്പോഴും നമുക്ക് രണ്ടും അറിയാത്ത വേരിയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? x1ന് 10 എടുത്തു, x4 അപ്പം 50 മൈനസ് 10 ആയിരിക്കും, ഈക്വൽ ടു 40 വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് 10 ഇത് 40. അങ്ങനെയാണെങ്കിൽ d ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 40 മൈനസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? പൊസിഷൻസ്. 30/3 ഈസ് ഈക്വൽ ടു 10 വരും. അങ്ങനെയാണെങ്കിൽ അടുത്തത് 20, അടുത്തത്
30. ഇനി ഇത് കൂട്ടി നോക്കിയാൽ എന്ത് വരും? 100 ആയിരിക്കും സമം. അങ്ങനെയാണ് ഒരു സീക്വൻസ് കിട്ടി. ഇനി സെക്കൻഡ് സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം? വേണമെങ്കിൽ ഇത് തിരിച്ചിട്ട് എഴുതാം. 40 എന്താണ് 30 20 10 അങ്ങനെ ഒരു സീക്വൻസ് എഴുതാം. ഇനി അല്ലെങ്കിൽ നമുക്ക് x1 ഇതേപോലെ നമ്മൾ x1 ഒരു വാല്യൂ ഇട്ട് കൊടുത്തില്ല, അതുപോലെ x2 നമുക്ക് വേറൊരു x1 നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ x1 15 20 അങ്ങനെയൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ arithmetic സീക്വൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ സീക്വൻസിൻ്റെയും ശ്രേണിയുടെയും ആദ്യത്തെ 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം x1 = 30 തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? സം = S3 എന്ന് പറയുന്നത് 300 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സീക്വൻസ് എന്താണ്? x1 x2 x3 നമ്മൾ നോക്കുക. ഇത് ഓഡ് നമ്പർ ആണ്, ഈവൻ നമ്പർ ആണോ? ഒറ്റ സംഖ്യയാണോ? ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ മിഡിൽ ടേം വെച്ചിട്ടാണ് ചെയ്യുക. S3 = എന്താണ്? നമ്പർ ഓഫ് ടേംസ്. എത്ര നമ്പർ ഉണ്ട്? 3 ഇൻറ്റു x2 മിഡിൽ ടേം. അപ്പോൾ S3 = 3 ഇൻറ്റു x2. അങ്ങനെയാണെങ്കിൽ x2 എന്തായിരിക്കും? 300 ഡിവൈഡഡ് ബൈ 3 അല്ലേ? S3 എന്ന് പറയുന്നത് 300 ആണ്. ഈ ഇവിടെയുള്ള മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 താഴേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 3 ആവും, ഡിവൈഡഡ് ബൈ 3 ആവും, അങ്ങനെ = 100 ആവും. സോ നമുക്ക് x1 = 30 ആണ്, x2 = 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ x3 എന്തായിരിക്കും? 170 അല്ലേ? കോമൺ ഡിഫറൻസ് 70 ആണ്, അപ്പം 170 വരും. സീക്വൻസ് കിട്ടി. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ടേം 30, സെയിം x1 30 തന്നെയാണ് തന്നിരിക്കുന്നത്. സം ഓഫ് 4 ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് 4 ടേംസ് എത്രയാണ്? 300 തന്നെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? x1 x2 x3 x4 4 ടേംസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തായിരുന്നു? നമ്മൾ എത്ര ജോഡി ഉണ്ട് നോക്കിയിട്ടാണ് സം കണ്ടുപിടിക്കുക. S4 = 2 ഇൻറ്റു x1 പ്ലസ് x4. ഏതൊക്കെ ജോഡി? 1 പ്ലസ് നമുക്ക് x1 തന്നതുകൊണ്ട് x1 പ്ലസ് x4 എടുക്കാം. 300 = 2 ഇൻറ്റു 30 പ്ലസ് x4. ദർഫോർ ഇത് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാണ്. എന്താണ്? 30 പ്ലസ് x4 = 300 ഡിവൈഡഡ് ബൈ 2. മനസ്സിലാവുന്നുണ്ടല്ലോ? 3 ഡിവൈഡഡ് ബൈ 2 എന്തുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെ ഇവിടെ ഗുണിക്കണം എന്നാണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം എന്നാകും. ഇൻറ്റു 150. ദർഫോർ x4 = 150 മൈനസ് 30. ഈ 30 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി = 120 കിട്ടി. അപ്പോൾ x1 നമുക്ക് 30 കിട്ടി, x4 120 കിട്ടി. ഇനി എന്താ? നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. x2 x3 കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാ? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് 120 മൈനസ് 3 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ 4 മൈനസ് 1 = 90 മൈനസ് 3 ഡിവൈഡ് ബൈ 3 = 30 വരും. അപ്പോൾ 30 60 90 120 സീക്വൻസ് കിട്ടി. 30 60 90 120 മനസ്സിലായല്ലോ? കോമൺ ഡിഫറൻസ് 30 വന്നാൽ പിന്നെ ആഡ് ചെയ്ത് എഴുതാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സെയിം തന്നെയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേം x1 30 തന്നെയാണ്. പിന്നെ എന്താണ്? ഫസ്റ്റ് 5 ടേംസിൻ്റെ ആണ്. S5 = 300 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? x1 x2 x3 x4 x5 ഇങ്ങനെ എഴുതണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. x3 ആണ് മിഡിൽ ടേം. അപ്പം എന്താണ്? S5 എന്ന് പറയുന്നത് 5 ഉണ്ട്, 5 നമ്പർ ഉണ്ട്. 5 ഇൻറ്റു x3 ആയിരിക്കും. 300 = 5 ഇൻറ്റു x3 ആണ്. ദർഫോർ x3 = 300 ഡിവൈഡഡ് ബൈ 5. എത്രയാണ്? 300 ഡിവൈഡ് ബൈ 5 60 വരും. അപ്പോൾ x3 60 കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്? നമുക്ക്
ഇവിടെ 60 കിട്ടി, ഇവിടെ 30 കിട്ടി. അപ്പോൾ D ഈസ് ഈക്വൽ ടു എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ് ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ 3 - 1. എഴുതേണ്ട ഏത് പൊസിഷനാണ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് മൂന്നാമത്തെ പൊസിഷനിലാണ് 60, ഒന്നാമത്തെ പൊസിഷനിലാണ് 30 ഉള്ളത്. അപ്പം ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15 വരും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 45 അല്ലേ, x1 പ്ലസ് 45 75 90. ഓക്കെ ആണല്ലോ. ഇനി അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? x1 30 തന്നെ s6 6 ടേമുകളുടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് 300. അപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഒറ്റസംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ? x3 x4 x5 x6. ഓക്കെ, എത്ര ജോഡി ഉണ്ട്? ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ 3 ജോഡി ഉണ്ട്. അത് വെച്ചിട്ടാണ് s3 is equal to 3 into x1 plus x6 എഴുതുന്നത് മറക്കരുത്. 1ഉം 6ഉം കൂട്ടിയാൽ 7, 2ഉം 5ഉം കൂട്ടിയാൽ 7, 3ഉം 4ഉം കൂട്ടിയാൽ 7. അങ്ങനെയാണ് നമ്മൾ ജോഡി ഉണ്ടാക്കുന്നത്. therefore x1 plus x6 is equal to 300 divided by 3 equal to 100 വരും. x6 equal to 100 minus 30 equal to 70 വരും. അപ്പോൾ ഇവിടെ 30, ഇവിടെ 70 വന്നു. ഇനി ഇതിൻ്റെ ഇടയിലുള്ളത് കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 70 മൈനസ് 30 ചെയ്യുന്നത് എല്ലാത്തിനും ഒരേ മെത്തേഡാണ്. 6 minus 1 40 divided by 5 is equal to 8 വരും. അപ്പോൾ ഇവിടെ 38 വരും. 38 പ്ലസ് അല്ലേ 46 plus 8 54 plus 8 62 plus 8 70. സീക്വൻസ് വന്നത് 30 38 46 54 62 70. അപ്പോൾ ചെയ്ത് നോക്കുക, ചെയ്ത് പ്രാക്ടീസ് ആവണം. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ? The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 term is 550. What is the third term of the sequence? What is the eighth term of the sequence? What are the first 3 terms of the sequence? എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക S5 എന്ന് പറയുന്നത് എത്രയാ പറഞ്ഞിട്ടുണ്ട്? 150 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ S10 10 പദങ്ങളുടെ തുക 550 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? x3 കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, x8 കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. x3 x4 x5 x6 x7 x8 x9 x10 10 പദങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് 150. ടോട്ടൽ എത്ര തന്നിട്ടുണ്ട്? 550 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ബാക്കി എത്ര ഉണ്ടാവും? എന്തായിരിക്കും? 550 മൈനസ് 150 ചെയ്താൽ ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഉള്ളത് കിട്ടില്ലേ? എത്രയായിരിക്കും? 400 ആയിരിക്കും അല്ലേ? അപ്പം x6 മുതൽ x10 വരെ ഉള്ളതിൻ്റെ സം എന്ന് പറയുന്നത് 400 ആണ്. x1 മുതൽ x5 വരെ ഉള്ളതിൻ്റെ സം 150 ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? നമുക്ക് ടോട്ടൽ 550 തന്നിട്ടുണ്ട്. ഇവിടം വരെ ഉള്ളത് 150 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് ഇത്രയും കിട്ടും. ഇനി S5 150 ആവുമ്പോൾ എന്തായിരിക്കും? 5 into x3 അല്ലേ 150 ആണല്ലോ. 5 ടേം, അതിൻ്റെ മിഡിൽ ടേം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അപ്പോൾ x3 is equal to എന്ത് വരും? 150 divided by 5 is equal to 30. ഓക്കെ, x3 is equal to 30 കിട്ടി. അപ്പം നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് 30 കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8th ടേം ആണ്. നമുക്ക് ഇവിടെ നിന്ന് x6 മുതലുള്ള x10 വരെയുള്ളത് 400 ആണ്. അവിടെയും നമുക്ക് 5 into x8 ചെയ്താലാണല്ലോ ആ s സം കിട്ടുന്നത്. s6 മുതൽ 10 വരെയുള്ളതിൻ്റെ സമ്മാണിത്. അപ്പോൾ 5x8 ആണ്. അതെത്രയാണ്? 400 ആണ്. therefore 400 is equal to 5x8. x8 is equal to 400 divided by 5
ഈക്വൽ ടു ഇങ്ങനെ ഹരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. 5 40 8 പ്രാവശ്യം 5 പോവും. 8 5 40. സോ 80 80 x8 x8 is equal to 80 കിട്ടി. ഓക്കെ, ആ രണ്ടും കഴിഞ്ഞു. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. 80 മൈനസ് 30 ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. ഇതിൽ പൊസിഷൻ മറക്കരുത്, 8ഉം 3ഉം ആണ്. എപ്പോഴത്തെയും പോലെ 1 എന്ന് എഴുതരുത്. 8 മൈനസ് 3 ആണ്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 5 വരും. ഇസ് ഈക്വൽ ടു 10 വരും അല്ലേ? ഒരു 5 1 പ്രാവശ്യമാണ് 10 വരും. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്താണ്? കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ 30ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ 20 വരും. പിന്നെ ഒരു 10 മൈനസ് ചെയ്താൽ 10 വരും. സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും എഴുതാം. 40 50 60 70 80 അങ്ങനെ കംപ്ലീറ്റ് സീക്വൻസ് എഴുതാം. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് 3 സീക്വൻസേ ചോദിച്ചിട്ടുള്ളൂ. 10 20 30. ഓക്കെ ആണല്ലോ. ഇനി നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ 7th ക്വസ്റ്റ്യൻ. ദ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പഞ്ചഭുജം എന്ന് പറഞ്ഞിട്ട്, പഞ്ചഭുജം എന്നല്ല, സോറി, പഞ്ചഭുജം എന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സൈഡുള്ള പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. 5 സൈഡ് ഉണ്ട്, 5 ആംഗിളും ഉണ്ടാവും. പിന്നെന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ കോണുകളൊക്കെ ആംഗിളൊക്കെ എന്ത് സീക്വൻസിലാണ്? അരിത്മെറ്റിക് സീക്വൻസിലാണ്, അതായത് സമാന്തര ശ്രേണിയിലാണ്. അപ്പോൾ ഫസ്റ്റത്തത് ഒരു എ ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ ആയതുകൊണ്ട് ഞാൻ എ എന്ന് എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ x1 എന്ന് എടുക്കാം. എ പ്ലസ് ഡി ആയിരിക്കും രണ്ടാമത്തെ ആംഗിൾ. എ പ്ലസ് 2d ആയിരിക്കും മൂന്നാമത്തെ ആംഗിൾ. എ പ്ലസ് 3d ആയിരിക്കും നാലാമത്തേത്. എ പ്ലസ് 4d ആയിരിക്കും അഞ്ചാമത്തേത് അല്ലേ? ഓരോ കോമൺ ഡിഫറൻസ് ഒരേ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി വന്നിട്ടായിരിക്കും ഓരോ ആംഗിളും ഉണ്ടാകുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിലെ സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കറിയുന്നൊരു ഇതുണ്ട്. എന്താണ്? എത്രയാണ് പെന്റഗണിന്റെ ഇന്റീരിയർ ആംഗിൾ? ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക എത്രയാണ്? ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? 540 ആണെന്ന് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 540. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയാൽ 540 വരണം. അപ്പോൾ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d പ്ലസ് എ പ്ലസ് 3d പ്ലസ് എ പ്ലസ് 4d ഈക്വൽ ടു 540 വരണം. അപ്പോൾ എത്രയുണ്ട്? നമുക്ക് എ ഒക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 1 2 3 4 5 5a പ്ലസ് 1d 2d 3d ആയി. 3 3 6d 6 പ്ലസ് 4 10d 10d is equal to 540. ഇതിനെ നമുക്ക് 5 ഒന്ന് ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ എ പ്ലസ് 2d അല്ലേ? ഒരു 5 5 5 10 2d is equal to 540 വരും. എ പ്ലസ് 2d ഈക്വൽ ടു എന്ത് വരും? 540 ഡിവൈഡഡ് ബൈ 5. 540 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ ഒരു 5 5 4ൽ പോവില്ല, 0 40ൽ 8 പ്രാവശ്യം 8 5 40 108 വരും. ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവരെ ഹരിച്ച് ചെയ്യണം. ഞാൻ എപ്പോഴെപ്പോഴും ചെയ്ത് കാണിക്കണ്ടല്ലോ. 540 ഡിവൈഡ് ബൈ 5 ഒരു 5 5 0 4 മൈനസ് ചെയ്ത് ഒന്നും പോവില്ല. അപ്പം 40ൽ 8 5 40. ഓക്കെ, 108 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി എന്നാണ്. ഏതാണ് ഇതിലെ സ്മോളസ്റ്റ് ആംഗിൾ? ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എ ആണ് സ്മോളസ്റ്റ് ആംഗിൾ. അത് 36 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കണം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എക്ക് ഒരു 36 ഡിഗ്രി കൊടുത്ത് നോക്കുക. ഈ ഇക്വേഷൻ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ 36 പ്ലസ് 2d ഈക്വൽ ടു 108. 2d is equal to എന്ത് വരും? 108 മൈനസ് 36 ഈക്വൽ ടു എന്ത് വരും? 72 വരും. 8ൽ 6 കുറച്ച 2, 10ൽ 3 കുറച്ച 7.
ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 72 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 36 ഡിഗ്രി കിട്ടി. അതായത് 36 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസും ആംഗിളും 36 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 36 ആയിരിക്കും, ഇത് 72 ആയിരിക്കും. പിന്നെ നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ a+4d ലാസ്റ്റത്തത് എത്രയായിരിക്കും നമുക്കൊന്ന് നോക്കാം. a+4d ഈസ് ഈക്വൽ ടു എന്ത് വരും? 36 പ്ലസ് 4 ഇൻറ്റു 36 വരും. എത്രയാണ്? 36 പ്ലസ് 4 ഇൻറ്റു 36 6 4 24 2 4 3 12 2 14 ഈക്വൽ ടു 10 180 വരും. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. 144 പ്ലസ് 36 6 4 10 1 ബാക്കി 4 3 7 1 8 1 180. 180 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയായി, സ്ട്രെയിറ്റ് ലൈനായി. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ആംഗിള് പെൻറ്റഗണിന് സ്ട്രെയിറ്റ് ലൈൻ ആയ പിന്നെ അവിടെ ഒരു ആംഗിൾ ഉണ്ടോ? ഇല്ല എന്ന് പറയാം. അപ്പം നമ്മൾ 36-നേക്കാളും കൂടുതലാണ്. ഇനി നമ്മൾ എന്താണ്? പ്രൂവ് ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. സ്മോളസ്റ്റ് ആംഗിൾ 36-നേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ a ഈക്വൽ ടു 36 വരുമ്പോൾ തന്നെ ഇതിന് 180 ആണ്. അപ്പോൾ a ഈക്വൽ ടു 35 ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമ്മളൊന്ന് നോക്കാം. എന്തായിരിക്കും? 35 പ്ലസ് ഈക്വേഷനിലാണ് ഇടേണ്ടത്. 35 പ്ലസ് 2d ഈക്വൽ ടു 108. therefore 2d is equal to 108 മൈനസ് 35 ഈക്വൽ ടു എന്ത് വരും? പെട്ടെന്ന് കുറച്ചാൽ 373 ഡിഗ്രി വരും അല്ലേ? ഇതിനേക്കാളും കൂടുതലായി. ഡി എന്ന് പറയുന്നത് എന്തായി? 73/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 36.5 വരും. ഇനി ആ 36.5 നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 180. 36-നേക്കാളും കൂടുതൽ. അപ്പോൾ 180-നേക്കാളും കൂടുതലായിരിക്കും വരുന്നത്. അപ്പം എന്തായി? ഈ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 36ഉം പറ്റില്ല, 36-നേക്കാളും കുറവും പറ്റില്ല, 36-നേക്കാളും മേലെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. 36-നേക്കാളും മേലെ ആയ 37 ആകുമ്പോൾ എന്തായിരിക്കും? ഈ ആംഗിൾ കോമൺ ഡിഫറൻസ് മാറും. ഇതൊക്കെ 180-നേക്കാളും കുറവായിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതോടുകൂടി ഈ സെക്ഷൻ കഴിഞ്ഞു. എല്ലാവർക്കും നന്നായിട്ട് വൃത്തിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്? ഒറ്റസംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ സമ തന്നിരിക്കുന്നത്? 3 സംഖ്യകളുടെ തുക അല്ലെങ്കിൽ തുകയും ടേംസും ആണ് നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ എത്ര ടേംസ്, അതേപോലെ അതിൻ്റെ സമ്മാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒറ്റസംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ നോക്കുക. എന്നിട്ട് ഒറ്റസംഖ്യ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മിഡിൽ ടേം ഉണ്ടാവും. മിഡിൽ ടേം ഉണ്ടാകുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇരട്ടസംഖ്യ ആണെങ്കിൽ എത്ര സെറ്റ് ഉണ്ടെന്ന് നോക്കുക. എത്ര സെറ്റ് ഈക്വൽ പൊസിഷൻസ് വരുന്നുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു സെക്ഷനും കൂടിയാണ് ഉള്ളത്. പക്ഷെ ആ സെക്ഷനിലും കുറച്ച് അധികം പ്രോബ്ലംസ് ഉണ്ട്. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു. ബൈ ബൈ.